ഹലോ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കുക്കുവിന് തീരെ സുഖമില്ല. അപ്പോൾ ആശുപത്രിയിലൊക്കെ പോയിട്ടും അവൾക്ക് ഒട്ടും വയ്യ. വയറ്റിനാണ് സുഖമില്ലാതെ ഭയങ്കര ഛർദിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്മ അവൾക്ക് കൊതി കിട്ടിയതാണെന്നും പറഞ്ഞ് നേരം വെളുത്തപ്പോൾ തന്നെ കൊതിക്ക് ഓതാൻ വേണ്ടി, നിങ്ങളുടെ നാട്ടിലൊക്കെ അതെന്ത് പറയും എന്ന് അറിഞ്ഞില്ല, ഞങ്ങളുടെ ഇവിടെ കൊതിക്ക് ഓതുക എന്ന് പറയും. അങ്ങനെ സൂര്യൻ ഉദിക്കും മുന്നേ ചെല്ലണം എന്നാണ് അവിടെ പറഞ്ഞത്. കാരണം സൂര്യൻ ഉദിക്കും മുമ്പേ അത് കൊതിക്ക് ഓതി കിട്ടണം. അങ്ങനെ ഞങ്ങൾ തലേ ദിവസമേ അവിടെ മാമിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ കൊതിക്ക് ഓതണമെന്ന്. അങ്ങനെ മാമി കൊതിക്ക് ഓതി അവിടെ വച്ചിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് അത് നമ്മൾ കഴിച്ചിട്ട് ഉഴിഞ്ഞ് കളയണം. തീ കത്തിച്ചിട്ടാണ് കളയേണ്ടത്. അങ്ങനെ ഞാൻ അവിടെ അടുപ്പിൽ തീയൊക്കെ കത്തിക്കുകയാണ്. മാമി ഒരു വിധത്തിലും എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങില്ല. കാരണം നേരം വെളുക്കുമ്പോൾ തന്നെ അവളെ എടുത്തുകൊണ്ട് അവൾക്ക് അതിൻ്റേതായ ചെറിയ നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അത് അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ നേരെ അത് തീ നന്നായിട്ട് കത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ നേരെ പിന്നെ അവിടെ നിന്ന് പോയത് കുക്കുവിൻ്റെ അടുത്തേക്കാണ്. കുക്കു അങ്ങനെ കണ്ട് ഈ കൊതിക്ക് ഒഴിഞ്ഞ സാധനം അവൾ കഴിക്കുകയാണ്. ഉപ്പും പുളിയും മുളകും അങ്ങനെ എന്തോ ആണ് കൊതിക്ക് ഒഴിഞ്ഞ് മാമി കൊടുത്തത്. സംസാരിക്കാതെ വേണം അത് കഴിക്കാൻ എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ ആണ് അതിൻ്റെ എന്താ നിയമങ്ങൾ, അങ്ങനെ പറയുമല്ലോ. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം 3 തവണ എന്തോ അവളെ ഒന്ന് ഒഴിഞ്ഞിട്ട് അങ്ങനെ ഞാനാണ് അവിടെ നിന്ന് കുക്കുവിനെ ഹെൽപ്പ് ചെയ്ത്. കാരണം അവൾക്ക് അത് ഒഴിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ 3 തവണ അവൾക്ക് ചുറ്റും ഒഴിഞ്ഞ്. ഞാൻ ഇതുപോലെ വാമിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. നിങ്ങളും കുഞ്ഞു മക്കൾക്കൊക്കെ ചെയ്യാറുണ്ടായിരിക്കും കണ്ണീർ ദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അവൾക്ക് വയറ്റിന് സുഖമില്ലാത്തതുകൊണ്ടാണ് കൊതി കിട്ടി എന്നുള്ള രീതിയിൽ നമ്മളിത് ചെയ്യണത്. അത് കഴിഞ്ഞ് അവൾ നേരെ ഇത് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് അടുക്കളയിലോട്ടാണ്. അടുക്കളയിൽ കൊണ്ടുപോയി ഞാൻ ആ നേരത്തെ കത്തിച്ച തീയിലോട്ട് നമ്മൾ ഈ സംഭവം ഇട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പോവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അവൾക്ക് എന്തായാലും വലിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.